ഈ അടുത്ത് പുറത്തിറങ്ങിയ ഒരു സിറാജ് പത്രം എടുക്ക്, വല്ല സ്വഭാവം ഞാൻ കാണിക്കാം, അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അതിൽ ഒരു വാർത്ത കാണാം, ഒരു റിപ്പോർട്ട് സിറാജ് ദിനപത്രത്തിൻ്റെ. എന്താണ് അതിൽ പറയുന്നത്? തബ്ലീഗ് സമ്മേളനത്തിലും യുവജന നേതാവ് സ്വാദിഖ് അലി തങ്ങൾ EK വിഭാഗത്തിന് പ്രതിരോധിക്കാനാകുന്നില്ല. സിറാജ് പത്രത്തിന്റെ റിപ്പോർട്ടാണ്. അണികൾക്ക് നവീന പ്രസ്ഥാനങ്ങൾക്കെതിരെ അവബോധം നൽകുമ്പോഴും സമുന്നത നേതാക്കളെ ഇത്തരം പരിപാടികളിൽ നിന്ന് നിയന്ത്രിക്കാനാകാത്തത് ചേരിതിരിവിന് ഇടയാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയാ, മുസ്ലിങ്ങളിലെ അവാന്തര വിഭാഗമായ തബ്ലീഗ് ജമാഅത്തിന്റെ സമ്മേളനത്തിലും അതിഥിയായി പങ്കെടുത്ത് EK വിഭാഗം SYS സംസ്ഥാന പ്രസിഡന്റും ഓടൊപ്പം എഴുതിയതാണ്. ലീഗ് രൂപവൽക്കരിച്ച കാളി ഫൗണ്ടേഷൻ നേതാവുമായ സയ്യിദ് പാണക്കാട് സ്വാദിഖ് അലി തങ്ങൾ വഹാബി മൗദൂദി പരിപാടികളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പാണക്കാട് തങ്ങന്മാർ പങ്കെടുക്കുന്നതിനെതിരെ EK വിഭാഗത്തിൽ ഉൾപ്പെടെ അമർഷം ഉയരുന്നതിനിടെയാണ് സ്വന്തം പണ്ഡിത സഭയെ ധിക്കരിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ പരിപാടിയിൽ സ്വാദിഖ് അലി തങ്ങൾ പങ്കെടുത്തത്. വലിയ വിഷയമായിട്ട് എഴുതിയതാണ്. സ്വാദിഖ് അലി തങ്ങൾ പങ്കെടുത്താണ്. നിൽക്കട്ടെ, നിങ്ങളൊന്ന് ഞാൻ ശരിയാക്കി തരാം. ഇത് എഴുതാൻ നിങ്ങൾക്ക് വലിയ ശുചായികളല്ലേ? നിങ്ങളിപ്പോ എവിടെ നിൽക്കുന്നത്, ഏത് പോയിന്റിലാണുള്ളത് നിങ്ങൾക്ക് അറിയോ? ഇതാ ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഉഷാറാണ്. പണ്ട് മുട്ടിപ്പടിയിൽ സ്വലാത്ത് തുടങ്ങിയ കാലം, അന്ന് ഞങ്ങള് പഠിച്ചു വരുന്ന കാലമാണ്. അപ്പൊ അന്ന് സ്ത്രീകളെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു ചർച്ച നടന്നിരുന്നു ഇവിടെ. പെണ്ണുങ്ങളെ സ്വലാത്തിന് കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് അന്ന് വാദിച്ച ഒരാളാണ് പേരോട് അബ്ദുറഹ്മാൻ മൗലവി. ഞാൻ ഒരിക്കൽ അയാളുടെ സിറാജുൽ ഹുദയിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അന്ന് അദ്ദേഹം വായിച്ചൊരു ഇബാറത്ത് എനിക്കൊന്നും ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹം ഈ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, നമ്മൾ മുജാഹിദുകളോട് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നവരാണ് നിസ്കരിക്കാൻ. അപ്പോ അതിനുവേണ്ടി നമ്മൾ പറയുന്ന ഇബാറത്തിന്റെ തൊട്ടുപിറകെയുള്ള ഇബാറത്ത് ദിക്റിന് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. അതും കൂടി അവർ വായിച്ചാൽ നമ്മളെന്ത് ചെയ്യും എന്ന് ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോൾ പേരോട് മൗലവി പറഞ്ഞ് ഞാനിന്ന് ഓർക്കുകയാണ്. ഏതാണ് ആ ഇബാറത്ത്? ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഫതാവൽ കുബ്രയിൽ നിന്നുള്ള ഇബാറത്ത, യജിബു മൻഉൻ നിസാഇ മിൻ ഹുദൂരിൽ മസാജിദി ലിസ്സലാ. സ്ത്രീകളെ പള്ളിയിൽ നിസ്കാരത്തിന് ഹാജരാവുക, അതിൽ നിന്ന് സ്ത്രീകളെ തടയൽ നിർബന്ധമാണ്. ഈ സന്ദർഭത്തിൽ ഒരു ഹുക്മ് പറയാം. അവിടെ മിൻ ഹുദൂരിൽ മസാജിദി ലിസ്സലാ പറഞ്ഞ ഉടനെ മജാലിസിൽ ദിക്രി എന്നാണ്. ദിക്റിന്റെ മജ്ലിസുകളിലേക്കും പെണ്ണ് വരുന്നതിനെ തടയൽ നിർബന്ധമാണ്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ഫതാവയിൽ നിന്ന് ഉദ്ധരിച്ച്, എന്നിട്ട് അദ്ദേഹം ഇവിടെ വഅലിന് വിളിക്കാനൊന്നും വരലില്ലായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ കിട്ടേണ്ടതാണ് കിട്ടിയപ്പോ പിന്നെ ഫതാവൽ കുബ്രക്കട ഒഴിവായി. പൈസന്റെ അപ്പുറത്തൊന്നും ഇല്ലല്ലോ. പിന്നെ സജീവ സാന്നിധ്യമായി. ഈ ഇബാറത്ത് ഇപ്പോഴും ബാക്കിയായി. നിങ്ങളെ വാദമനുസരിച്ച് മറുപടി കിട്ടേണ്ട ഒരു ഇബാറത്താണ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഞാൻ പറയുന്നത്, പാണക്കാട് സാദാത്യങ്ങൾക്കെതിരിൽ നിങ്ങളിവിടെ സിറാജിൽ വലിയ പ്രസ്താവന നൽകി, വലിയ റിപ്പോർട്ട് നൽകി. തങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അല്ല തബ്ലീഗ് ജമാഅത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ് വിഷയം. ഇരിക്കട്ടെ, ഇനി ഇവരെ തന്നെ ഒരു വലിയ ഫഖീഹ് ഉണ്ടല്ലോ, അയാളെയും കൂടി ഒന്ന് കൊണ്ടുവരാം. അദ്ദേഹം പിന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്, അതും കൂടി നിങ്ങൾ കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ ഭാഗത്തേക്ക് വരും. ഒന്ന് കളിപ്പിച്ചു കൊടുക്കുക. അഹ്ലുസുന്നയുടെ ഖാദിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമുദായത്തിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും ഈ ഉമ്മത്തിലുണ്ടാകും. ഒരുപക്ഷേ രാഷ്ട്രീയ രംഗത്തും മറ്റ് ഇടപെടലുകളിലൊക്കെ പരസ്പരം കൂടിയിരിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നാലും അഹ്ലുസുന്ന വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന നമ്മുടെ ആദരണീയരായ ഖാദിമാർ മുബ്തദിഈകളുടെ ചതിപ്രയോഗങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുബ്തദിഈങ്ങളുടെ ബിദ്അത്തിന്റെ അവരുടെ സംഘടനകളുടെ ഔദ്യോഗികമായ സ്ഥാപനങ്ങളുടെയും സമ്മേളനങ്ങളുടെയും വേദികളിൽ അഹ്ലുസുന്നയുടെ ഖാദിമാർ സാന്നിധ്യം അറിയിച്ചുകൂടാ.
ബിദഅത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന ഒരു ഇതിങ്ങനെ ഉപദേശിക്കാം മുജാഹിദുകള്, തബ്ലീഗ് ജമാഅത്തുകാര്, സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ മുനവ്വർ അലി തങ്ങളും അബ്ബാസ് അലി തങ്ങളൊക്കെ മുജാഹിദിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, അത് EK വിഭാഗത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഇവർ, ഞാനവിടെ ഒരു ചെറിയ അന്വേഷണം നമുക്ക് നടത്തി നോക്കാം. ഇവരപ്പത്തെ അവസ്ഥ എന്താ? ഇവരിപ്പോ എവിടെ നിൽക്കുന്നത്? സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വിഷയം പറഞ്ഞപ്പോ ചെറുശാല തന്നെ പറഞ്ഞ ആദ്യത്തെ വരികൾ കേട്ടോ. അവർ പൊതുരംഗത്തുള്ളവരാണ്, പല രൂപത്തിലുള്ള പരിമിതികൾ അവർക്കുണ്ടാകും, അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം, പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞ ഉമ്മത്തിന്റെ മൊത്തത്തിലുള്ള ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളാണ്. ഇവർ മുസ്ഹഫിന്റെ നടുക്കണ്ടായി ശരീഅത്തുൽ ഇസ്ലാമിന്റെ രൂപം തന്നെയായി ഇവിടെ ആളുകളോട് പറയുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, ആ ആളുകൾ എവിടെ എത്തി നിൽക്കുന്നു നോക്കൂ നിങ്ങൾ. മർക്കസിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ആദ്യം പോകാം. സാദിഖ് അലി തങ്ങള് ഏതോ ഒരു തബ്ലീഗിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ് ഇവിടെ പരാമർശിച്ച വിഷയമെങ്കിൽ മർക്കസിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം എന്താ കണ്ടോളൂ നിങ്ങൾ. മർക്കസിന്റെ ഉള്ളിൽ തബ്ലീഗ് നേതാവായ സാക്ഷാൽ ത്വൽഹ ഖാസിമി അവിടെ വന്ന് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? നമ്മുടെ ഈ മർക്കസും ദയൂബന്ദിൽ എന്ന് പറഞ്ഞാൽ തബ്ലീഗ് ജമാഅത്തിന്റെ കേന്ദ്രമായ ദയൂബന്ദിലെ മർക്കസും ഒന്നാകുന്നു. എന്നിട്ട് ആരൊക്കെയാണ് ആ പ്രസംഗം ഇരുന്ന് കേൾക്കുന്നത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുണ്ട്, ഇബ്രാഹിം ഖലീൽ തങ്ങളുണ്ട്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്, പേരോട് സഖാഫിയുണ്ട്, അബ്ദുൽ ഹക്കീം മുസ്ലിയാർ, പിന്നെ എന്തായാലും ഉണ്ടാവും. ഈ പറഞ്ഞ ആളുകളൊക്കെ ഇരുന്ന് കേട്ട് അയാൾക്ക് ഷാലിട്ട് കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സാദിഖ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് തങ്ങന്മാരും ഏതെങ്കിലും ഒരു ജമാഅത്ത് മുജാഹിദ് തബ്ലീഗ് സമ്മേളനത്തിൽ പോകുമ്പോ അതിനെതിരിൽ വലിയ റിപ്പോർട്ട് നൽകുന്ന സിറാജ് പത്രത്തിലും അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റേജുകളിലും വലിയ സംഭവമായി പറയുമ്പോ സാക്ഷാൽ കാരന്തൂരിലെ മർക്കസിൽ എങ്ങനെ തബ്ലീഗ് നേതാവ് എത്തി എന്നതിന്റെ ഉത്തരം നിങ്ങളാ പറയേണ്ടത്. അതാ നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ കാട്ടി മെച്ച തന്നെയല്ലേ അല്ലേ? ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്താ തബ്ലീഗ് നേതാവ് മർക്കസിന്റെ ഉള്ളിൽ കാര്യമായിട്ട് പറഞ്ഞ് വെച്ചു കൊടുക്കുക. نفتخر بهذا المركز كذلك ونفتخر بكل مركز من مراكزنا في الهند. هذا المركز وبالمركز الذي تخرجت منه أنا دار العلوم دوما مذاهب العلوم سهرنبور، كل مركز وكل مدرسة لأهل السنة والجماعة، ولا بأس ببعض بشيء من الاختلافات فيما بيننا، لا بأس بها. هذه الخلافات موجودة. എന്താ അദ്ദേഹം സ്ഫുടമായ അറബിയിൽ പറയുന്നത്? ഞങ്ങളുടെ ദയൂബന്ദിലെ മർക്കസും നിങ്ങളുടെ കാരന്തൂരിലെ ഈ മർക്കസും ഒരുപോലെയാണ്. നമുക്കിടയിൽ ചില തർക്കങ്ങളുണ്ട്, തികച്ചും അത് ശാഖാപരമാണ്. അതൊന്നും പറയാൻ പറ്റിയ രൂപത്തിലുള്ള യാതൊരു വിഷയവും നമ്മൾക്കിടയിൽ ഇല്ല. ഞാനായിട്ടുണ്ടോന്നറിയില്ല. ശാഫിഈ, ഹനഫി, ഹംബലി ഈ രൂപത്തിലുള്ള പ്രശ്നമേ നമുക്കിടയിലുള്ളൂ എന്ന് ഉത്തരേന്ത്യയിലെ ത്വൽഹ ഖാസിമി എന്ന തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് നിങ്ങളുടെ മർക്കസിൽ വന്ന് പറയുമ്പോ എവിടെയായിരുന്നു സിറാജ് പത്രം? എവിടെയായിരുന്നു അബ്ദുൽ ഹക്കീം മുസ്ലിയാർ? എന്തായിരുന്നു കുറ്റ്യാടിയിലെ അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് പണി? മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അവനാൻ എന്തും ചെയ്യാന്നാണോ ഈ പറയുന്നത്? ഇനി വല്ല മറുപടി എന്താ? ഒരു മറുപടി പറയാൻ നോക്കിയത് ഞങ്ങൾ അറിയാതെ ഞങ്ങളെ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരാളിങ്ങോട്ട് ഇടിച്ച് കയറി വന്നതാണ് എന്നാണ്. എങ്ങനെയാ വരവ്? ഒരു സ്ഥാപനത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിലേക്ക് ഒരാളങ്ങ് സമ്മതമല്ലാതെ വന്നിട്ട് പ്രസംഗിക്കല?
അല്ലെങ്കിൽ ഏതോ ഒരാൾ ഓഫീസിൽ അന്വേഷിച്ച് വരുമ്പോഴേക്ക് അയാളെ കൊണ്ടുപോയി നിങ്ങൾ പ്രസംഗിപ്പിക്കുമോ? എന്നാ പ്രസംഗിപ്പിക്കുമ്പോൾ മനസ്സിലായില്ലേ ഇയാൾ ശരിയില്ല, അപ്പൊ നിങ്ങൾ ആ പ്രസംഗം നിർത്തിക്കണ്ടേ? നിർത്തിച്ചതിന് പകരം നിങ്ങൾ ചെയ്ത പണി എന്താ കണ്ടോളൂ. നിങ്ങൾ ചെയ്തത് സാക്ഷാൽ ത്വൽഹ ഖാസിമിക്ക് നിങ്ങൾ ഷാളിട്ട് ആദരവ് നൽകുകയാണ്. കാണിച്ചു കൊടുക്കുക. നിങ്ങൾ നോക്ക്, ആ പ്രസംഗം കഴിഞ്ഞ ത്വൽഹ ഖാസിമിയെ എങ്ങനെ നിങ്ങൾ ആദരിക്കുന്നു? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റിയത് ശംസുൽ ഉലമയുടെ കുരുത്തക്കേടാ. അന്ന് മഹാനരായ ശംസുൽ ഉലമ പുത്തൻവാദികളുടെ കൂടെ ഇരുന്നുവെന്നും അതുപോലെ തന്നെ ശംസുൽ ഉലമയുടെ സ്റ്റേജിൽ വഹാബിസം പറഞ്ഞിട്ട് മറുപടി കൊടുത്തില്ല എന്നും പറഞ്ഞ നിങ്ങൾക്ക് അവരുടെ കുരുത്തക്കേട് തട്ടിപ്പോയി. ഇനിയിപ്പോ ഒരു ത്വൽഹ ഖാസിമി മാത്രമാണോ? ഞാൻ ചില തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. സ്വാദിഖ് അലി തങ്ങളൊക്കെ പിന്നെ പഠിപ്പിക്കാം, തങ്ങന്മാരെയൊക്കെ പിന്നെ പഠിപ്പിക്കാം. ആദ്യം അവനാന്റെ ഉള്ളു നന്നാക്കി. അതും നിങ്ങളല്ലേ സമസ്തന്റെ ഒട്ടുമാവ് പോലല്ല നിങ്ങൾ ഏറ്റവും വലിയ ശുചായികളായിരിക്കുക. ഇനി മർക്കസ് നോളേജ് സിറ്റിയിൽ കാണിച്ചു കൊടുക്ക് ഹക്കീം മുസ്ലിയാർ വഹാബികളുടെ കൂടെ ഇരിക്കുന്നത്, തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ കാണുന്നുണ്ടല്ലോ. തബ്ലീഗ് ജമാഅത്തുകാർക്ക് അനുമോദിക്കുന്നു, അവരെ കൂടെ ഇരുത്തുന്നു, നോളേജ് സിറ്റിയിൽ കൊണ്ടുപോയി വെക്കുന്നു. ഒന്ന് രണ്ട് ചിത്രങ്ങൾ അതിന്റെ തന്നെ ഉണ്ട്. ഇനി കഴിഞ്ഞില്ല, സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൽ സിറാജുൽ ഹുദയുടെ ഉള്ളിൽ വഹാബി വരുന്നു. ഹക്കീം അസ്ഹരിയുടെ അങ്ങോട്ട് പോയ ചിത്രങ്ങളും അതിലുണ്ട്. മർക്കസിൽ വന്നത് മാത്രമല്ല, തബ്ലീഗ് ജമാഅത്തുകാരന്റെ കട ഉദ്ഘാടനം ചെയ്ത് അവരോടൊപ്പം കുശലം പറഞ്ഞ് അവരുടെ കൂടെ ഇരിക്കുന്ന ഏതെല്ലാം സംഭവങ്ങളുണ്ട് നിങ്ങൾ നോക്ക്. വലിയ വലിയ താടി വെച്ച തബ്ലീഗിന്റെ നേതാക്കളോടൊന്നിച്ച് അവരെ കട ഉദ്ഘാടനം ചെയ്യാനും. കാരണം എന്താ, ക്യാഷ് എന്തുവല്ലവും പോരും എന്നുള്ള ഇതിനാണ്. നീ കാന്തപുരം വക്കൽ മുസ്ലിയാർ തന്നെ വലിയ തബ്ലീഗിന്റെ അടുത്തുനിന്ന് ക്യാഷ് വാങ്ങുന്നതിന്റെ ഫോട്ടോ എടുക്കാൻ ഞങ്ങളെ കയ്യിലുണ്ട്. ഇതൊക്കെ മുഴുവൻ ചെയ്തിട്ട് ഈ മകൻ ഹക്കീമിനോട് വേണ്ട എന്ന് പറയാൻ നാവ് പൊന്താത്ത നിങ്ങൾ പാണക്കാട്ടേക്ക് തിരിഞ്ഞെന്തിനാ നിങ്ങൾ ലേഖനം എഴുതുന്നത്? ഇതിരട്ടത്താപ്പല്ലേ? കഴിഞ്ഞിട്ടില്ല. സിറാജുൽ ഹുദയിൽത്തും കാണിച്ചു കൊടുക്കും. സിറാജുൽ ഹുദയിൽ വഹാബി ക്ലാസ് എടുക്കുന്ന രംഗം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അന്ന് എറണാകുളത്ത് പോയി പ്രസംഗിച്ചില്ലേ? പൗരത്വ വിരുദ്ധ സമരം നടക്കുന്ന കാലത്ത് അതിലേത് വഹാബിയാ വരാതിരുന്നത്? ഏത് ജമാഅത്തെ ഇസ്ലാമിയ ഇല്ലാതിരുന്നത്? അപ്പൊ തങ്ങന്മാർക്ക് ഒരു ശരവും നിങ്ങൾക്ക് എന്തു ആവാന്ന? നിങ്ങളെ ശരീഅത്തുമാണല്ലോ ഒന്ന് അളക്കുക. കുറെ കാലമായിട്ട് നിങ്ങള് മുങ്കർ നക്കീറും മറ്റോലും മയ്യത്തും ഇനി നടക്കൂല. ഇനി കുറച്ചു കാലം നിങ്ങൾ മയ്യത്താകും. ഇനി നാടന്മാര് തീരുമാനിക്കട്ടെ കാര്യങ്ങൾ. മൊയ്ലിയന്മാരെ ദീനിന്റെ കാലൊക്കെ കഴിഞ്ഞുപോയി. കാലത്തും കഴിയൂലേ? ഷർത്തുള്ള ആലിം എവിടെ? നിബന്ധനയുള്ള ആലിം എവിടെ? ആലിമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്താ? കാലഘട്ടത്തിൽ മശായിഖന്മാരെ പൊരുത്തം തേടി അലഞ്ഞ് ആ പൊരുത്തം നേടി ഇവിടെ ജീവിച്ച ശംസുൽ ഉലമയെ ഹയാത്താക്കേണ്ടിയിരുന്നു നിങ്ങൾ. ശംസുൽ ഉലമയുടെ മഹത്വം നിങ്ങൾ എന്താ ചെയ്തത്? കണ്ണിയത്ത് ഉസ്താദിന്റെയും മഹാനരായ ശംസുൽ ഉലമയുടെയും മഹത്വങ്ങൾ മണ്ണിട്ട് മൂടി നിങ്ങളൊരു ഗ്രാൻഡ് പള്ളി ഉണ്ടാക്കി, ഒരു ഗ്രാൻഡ് മക്കാമും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വിലസാമെന്നാണോ വിചാരിച്ചത്? നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആ രണ്ട് മഹത്തുക്കളെ, അതുപോലെ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ, മശായിഖന്മാരൊട്ടിച്ചേർന്ന് ജീവിച്ച മഹത്തുക്കളുടെ മദ്ഹ് പറഞ്ഞ് അവരെ ഹയാത്താക്കുന്നതിന് പകരം സ്വയം വലിയ വലിയ ദർബാറുകൾ ഉണ്ടാക്കി വെച്ച് സ്വയം ഗ്രാൻഡ് ആവാനുള്ള, ഗ്രാൻഡ് മുഫ്തിയാകാനുള്ള നിങ്ങളുടെ ആ ഗൂഢശ്രമങ്ങൾ, അതാണ് നിങ്ങൾക്ക് തിരിച്ചടിയായത്.
ചെയ്യേണ്ടത് ചെയ്തില്ല. എന്നിട്ട് ഇപ്പം ഇങ്ങനെ വിളിച്ചു പറയാ പാണക്കാട് തങ്ങൾ എന്തിനാ അവിടെ നിങ്ങളെന്തിനാ മർക്കസിന് ഉള്ളിൽ വഹാബിനെ കൊണ്ടുവന്ന്? നിങ്ങളെക്കാട്ടി മെച്ച എത്രയോ പാണക്കാട് തങ്ങന്മാരാണ് അല്ലേ ഞങ്ങൾ ഈ പറയുന്നത്? ഓലെ മുമ്പിൽ വന്ന് ദാ പാണക്കാട് തറവാടും ദയ്യൂബന്ധം ഒന്നാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കത് പറയും. നിങ്ങൾ 89 എന്തിനു പോകുന്നതാ ചങ്ങായിമാരെ? ആ നേരം കൊണ്ട് 4 പൂള കുത്തി അതെങ്കിലും കിട്ടിയിരുന്നു. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് പൂള കുത്താൻ പോലെ തുടങ്ങിനോ? എന്താ ചെയ്യാ? എന്തിനാ അവരെ പറ്റിയ?